നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇത് എൻ്റെ 174-ാമത്തെ എപ്പിസോഡാണ്. ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെങ്കിലും നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയപ്പം അതുമായിട്ട് വേണമെന്നുള്ളതേ ഉള്ളൂ. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഐക്യത്തിൻ്റെ ആവശ്യത്തിനെ പറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി ഇൻ എ ഫാമിലി. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ എല്ലാ തത്വശാസ്ത്രങ്ങളും മതങ്ങളും പറയുന്ന വേറൊരു വലിയൊരു രഹസ്യമുണ്ട്. അതായത് നമ്മുടെ പ്രായമായ അച്ഛനെയും അമ്മയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ വിവരം കൂടെ അറിയിക്കാൻ വേണ്ടിയും കൂടാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നത്. ഈ കുടുംബ ഐക്യത്തെപ്പറ്റി പരിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നതെന്ന് നോക്കാം. ബൈബിൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ബഹുമാനിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഭൂമിയിൽ തന്ന ദിവസങ്ങൾ കൂട്ടി നൽകുമെന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം വൃദ്ധസ്ഥാനത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അച്ഛനമ്മയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് കുടുംബത്തിലെ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവം ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ തെറ്റുകൾ ദൈവം ക്ഷമിക്കുമല്ലോ, അതുപോലെ നിങ്ങൾ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റുകളും ക്ഷമിക്കേണ്ടതാണെന്ന് ബൈബിളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇനിയും കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വരമായിട്ട് വേണം നമ്മൾ കരുതാൻ. കുടുംബം ശരിയല്ലേ? എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടും ഉള്ള ആ ജീവിതം അത് മനോഹരമായ ഒരു ജീവിതമാണ്. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ സംസ്കാരം സ്നേഹത്തിലും വിശ്വാസത്തിലുമായിരിക്കണം വേരുറപ്പിക്കേണ്ടത്. ദൈവം ഒന്നുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പേരിൽ 3-4 കുടുംബാംഗങ്ങൾ സമ്മേളിക്കുക. ഈ കുടുംബയോഗം പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണെന്ന് ബൈബിളിൽ ദൈവം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നതെന്ന് നോക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരു കുടുംബത്തിലെ എല്ലാവരും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരുമിച്ച് നിൽക്കുകയും മറ്റുള്ള അംഗങ്ങളെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സഹകരണം പൂർണ്ണമായ തോതിൽ നൽകണമെന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ഇനിയും അല്ലാഹു വീണ്ടും പറയുന്നത്, കുഞ്ഞുകുട്ടികളെയും മറ്റുള്ള കുടുംബാംഗങ്ങളെയും സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞത് രണ്ടാമത്തെ, അതായത് ആദ്യം പരിശുദ്ധ ബൈബിൾ പറഞ്ഞു, ഇപ്പം പരിശുദ്ധ ഖുർആനും അത് തന്നെ പറയുന്നുണ്ട്. ഇന്ന് എനിക്ക് വന്നതൊന്നും ആരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക്. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട്, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പരസ്പരം ഒരുമയോടെ പെരുമാറുകയും കരുതലോടെ പെരുമാറുകയും അന്യോന്യം സഹായിക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു കുടുംബത്തിലെ പ്രായമായ എല്ലാവരെയും നല്ലവണ്ണം ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം. കാരണം നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെ വളർത്തി വലുതാക്കിയത് അവരാണല്ലോ. ഇപ്പം പ്രായമായെന്ന് വിചാരിച്ച് അച്ഛനമ്മയും വിചാരിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ ഒരു നല്ല രീതിയിലൊക്കെ വളർന്ന് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് അച്ഛനും അമ്മയും നമ്മൾ വയസ്സായെന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ നോക്കാതിരിക്കരുതെന്നാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും അഭിനന്ദിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം, അഭിനന്ദിക്കണം, ഇതൊക്കെ ചെയ്യണം. അങ്ങനെ കുടുംബത്തിൻ്റെ ഐക്യം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ ഉള്ള ഒരു ജീവിതം, നല്ല ജീവിതം കിട്ടുകയുള്ളെന്നും പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഭിന്നിപ്പാണെങ്കിൽ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യുമെന്നും പരിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇനി ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് എന്താ പറയുന്നത് നോക്കാം. കുട്ടികൾ പ്രായമായവരെ അനുസരിക്കുകയും അവരെ കരുതലോടെ പരിചരിക്കുകയും ചെയ്യണമെന്നാണ് ഹിന്ദു തത്വശാസ്ത്രങ്ങളും പറയുന്നത്. പിന്നെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരാളുടെ ജീവിതം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ ജീവിതത്തിലെ ഈ വർത്തമാന ജീവിതത്തിൽ ചെയ്യുന്നതാണ് ഭാവിയിലെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് ഹിന്ദു തത്വശാസ്ത്രമെല്ലാം പറയുന്നുണ്ട്. പിന്നെ ശരിയായ ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ പണസമ്പാദനവും ആഗ്രഹ പൂർത്തീകരണവും നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മോക്ഷം കിട്ടുകയുള്ളെന്ന് ഹിന്ദു തത്വശാസ്ത്രത്തിൽ വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഭൂതകാലത്ത് നിന്നും എന്ത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ വർത്തമാനകാലത്തിലും ഭാവിയിലേക്കും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധിയോടെ, ചിട്ടയോടെ, അന്തസ്സോടെ, കരുണയോടെയും ഒത്തൊരുമയോടെയും ജീവിച്ചാൽ
നിങ്ങൾക്ക് ജീവിതം ഈ പറഞ്ഞ കൂട്ട് പ്രായമായവരെ ബഹുമാനിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ഹിന്ദു തത്വശാസ്ത്രത്തിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ തത്വശാസ്ത്രത്തിലും പറയുന്നത് എന്താണ്? പ്രായമായ അച്ഛനെയും അമ്മയും നിങ്ങൾ പിന്നെ നമ്മൾ പരിചരിക്കണം, അവരെ കൊണ്ട് കളയരുത്, അവരെ പിന്നെ ഈ പറഞ്ഞ വൃദ്ധസദനത്തിലാക്കരുത്. അതൊരിക്കലും ശരിയല്ലെന്നാണ് ഈ 3 മതങ്ങളും തത്വശാസ്ത്രമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആജ്ഞയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി കഴിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ടാണ് എല്ലാ ദൈവങ്ങളും പറയുന്നത്. അതായത് ഏത് മതത്തിലെ ദൈവമായാലും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ആ കുടുംബത്തിലെ ഒത്തൊരുമയോടുകൂടി ജീവിക്കണം. അങ്ങനെയുള്ളവർക്കേ ഉള്ളൂ ഈ ലോകത്ത് സന്തോഷവും സമാധാനവും വരത്തുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.